ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഈ ടൈം ലൈൻ പാനലിനകത്തുള്ള കുറച്ച് ഫങ്ഷൻസും സെറ്റിങ്സും ഒക്കെ നമുക്ക് നോക്കാൻ പോകുന്നത്. ഇതിൽ ടൈം ലൈൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ സൂം ചെയ്യാൻ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ടോപ്പിൽ തന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് സൂം ഔട്ടും ചെയ്യാം. ഇനി ഇതിലത്തെ ടൈം എന്ന് പറഞ്ഞാൽ 10 സെക്കൻഡ് കിടക്കുന്നത്. 10 സെക്കൻഡ് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് കോമ്പോസിഷൻ പോവാം. കോമ്പോസിഷൻ സെറ്റിങ്സിൽ പോയിട്ട് അതിൽ നമുക്ക് ടൈം ഉണ്ട്. ഇവിടെ 10 സെക്കൻഡാണ് ഡ്യൂറേഷൻ കാണിക്കുന്നത്. അതിൽ നമുക്ക് 5 സെക്കൻഡ് ആക്കി വിടാം. 5 സെക്കൻഡ് ആക്കിയിട്ട് ഓക്കെ, അപ്പോൾ 5 സെക്കൻഡ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതിലിപ്പോൾ ഞാനൊരു ഷേപ്പ് വരച്ചിട്ട് ആ ഷേപ്പിൻ്റെ ഡ്യൂറേഷൻ പറഞ്ഞാൽ 5 സെക്കൻഡ് ഫുള്ളായിട്ടുണ്ട്. അത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കുറയ്ക്കാം. കുറച്ച് പറഞ്ഞാൽ സ്പേസ് ബാറാണ് ഇതിൽ പ്ലേ ചെയ്യാനുള്ള ഒരു ബട്ടൺ. സ്പേസ് ബാർ അമർത്തി കഴിഞ്ഞ് പറഞ്ഞാൽ 5 സെക്കൻഡ് ഇങ്ങനെ ഓടും. പക്ഷേ ഇതിൽ ഇങ്ങനെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ 4 സെക്കൻഡ് വരെ ഉള്ളൂ, 5-ാമത്തെ സെക്കൻഡ് ഇല്ല, അതുകൊണ്ടായിരിക്കും. അപ്പോൾ സ്പേസ് ബാർ ഒന്നും കൂടി അമർത്തി കഴിഞ്ഞ് പറഞ്ഞാൽ അത് ക്യാൻസൽ ആവും. എന്നിട്ട് ഇതിനെ നമുക്കൊന്ന് കൂട്ടാം. ഇനി ഈ ഇതിനെ സെലക്ട് ചെയ്തിട്ട് നമുക്കൊരു കോപ്പി ചെയ്യാൻ Ctrl+D ആണ് ഷോർട്ട് ഫോം. Ctrl+D അമർത്തിയിട്ട് ഞങ്ങൾ നീക്കി വയ്ക്കാം സെലക്ട് ചെയ്തിട്ട്. ഓക്കെ, എന്നിട്ട് ഇത് പ്ലേ ബട്ടൺ നമുക്ക് ഇതിപ്പോൾ 5 സെക്കൻഡ് ഉണ്ട്. 5 സെക്കൻഡ് ഫുള്ളായിട്ടുണ്ട്. രണ്ടും 5 സെക്കൻഡ് ഉണ്ട്. ഇതിൽ ഞാൻ ഫസ്റ്റ് ആക്കിയത്. നമുക്ക് ടോപ്പിലുള്ള ടൈം ലൈനാണ് നമുക്ക് മാറേണ്ടത്. അതൊരു 2 സെക്കൻഡ് ആക്കാം. അതുപോലെ തന്നെ ഇവിടെ നിന്ന് 1 സെക്കൻഡ്. ഇപ്പോൾ നമുക്ക് പ്ലേ ചെയ്യുമ്പോൾ സ്പേസ് ബാർ അമർത്തി കഴിഞ്ഞു പറഞ്ഞാൽ പ്ലേ ചെയ്യുന്നത്. പക്ഷെ 2 സെക്കൻഡ് തൊട്ടിട്ടാണ് അത് കാണുന്നത്. കേടാ, സ്പേസ് ബാർ ക്ലോസ് ചെയ്യാം. നമുക്കിത് മൊത്തത്തിൽ വലിയ വർക്കൊക്കെ ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന ഒരു സെറ്റിങ്സ് ഉപയോഗപ്പെടുക. അപ്പോൾ നമ്മൾ കുറേ വലിയ ഒരു ലെങ്ത് ഉള്ളതാണ് വിചാരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ചെയ്ത വർക്കിട്ട് മാത്രം നമുക്കൊന്ന് കാണണം പറഞ്ഞാൽ നമ്മൾ നേരെ ഇതിൻ്റെ കോർണറിലുള്ള ഏറ്റവും ടോപ്പിലുള്ള ഒരു സാധനം നമുക്ക് ചെറുതാക്കാം. ഇപ്പോൾ ഒരു 4 സെക്കൻഡ് വയ്ക്കാം. ഇതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. അപ്പോൾ ഇത്രയും ഭാഗത്തിന് മാത്രം നമുക്ക് അനിമേഷൻ കണ്ടാൽ മതി. ഇനി അങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞാൽ സ്പേസ് ബാർ ഒന്നും കൂടി അമർത്തി കഴിഞ്ഞു പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ലൂപ്പ് ആയിക്കൊണ്ടിരിക്കും. മൊത്തം ഡ്യൂറേഷനിൽ പോയില്ല. കണ്ടോ, ഇങ്ങനെ നമ്മുടെ ഭാവന അനുസരിച്ച് നമുക്ക് ഓരോ അനിമേഷൻ ഇതൊക്കെ ചെയ്യാം. ഇതൊക്കെയാണ് ഇതിൽ. സ്പേസ് ബാർ ഒന്നുകൂടി അമർത്തി കഴിഞ്ഞു പറഞ്ഞാൽ അത് ഓഫ് ആവും. ഈ രണ്ടാമത്തെ സെക്കൻഡ് തൊട്ടിട്ടാണ് അത് ബ്ലിങ്ക് ആകും. 4-ാമത്തെ സെക്കൻഡ് അതുണ്ടാവില്ല. 2-ാമത്തെ സെക്കൻഡ് തൊട്ടിട്ട് തുടങ്ങുകയും ചെയ്യും. അങ്ങനെയാണ് ഇതിൽ ഓരോ ചെറിയ വർക്കൊക്കെ ചെയ്യുമ്പോൾ. പിന്നെ ഇതിന് നമുക്ക് വേണമെങ്കിൽ ട്രിം ചെയ്യണം. നമുക്ക് കോമ്പോസിഷനിൽ പോയിട്ട് ട്രിം കോമ്പോസ് ടു വർക്ക് ഏരിയ. കണ്ടോ, വർക്ക് ഏരിയ പറഞ്ഞാൽ ഇപ്പോൾ മൊത്തത്തിലുള്ള വർക്ക് ഏരിയ ആകെ 3 സെക്കൻഡായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ട്രിമ്മായി പോയി. ഇനി അതിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് വേണമെങ്കിൽ കോമ്പോസിഷൻ സെറ്റിങ്സ് ആയിട്ട് ടൈം കൂട്ടി കഴിഞ്ഞാൽ ഇനി അത് മാറി. ഇപ്പോൾ കോമ്പോസിഷൻ സെറ്റിങ്സ് അകത്ത് 3 സെക്കൻഡായിട്ട് മാറിയിട്ടുണ്ട്. ഇതാണ് ടൈം ലൈനകത്ത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു വഴി. ഇത് നമുക്ക് എപ്പോഴാണ് ഉപയോഗപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു വീഡിയോ നമുക്ക് കോമ്പോസിഷനിൽ ഇട്ട് നോക്കാം. കോമ്പോസിഷനിൽ നമുക്ക് ന്യൂ കോമ്പോസിഷൻ കൊടുക്കാം. ഇവിടെ ന്യൂ കോമ്പോസിഷൻ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ടോപ്പിലുള്ള ഓപ്ഷൻ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഒരു കോമ്പോസിഷനാണ്. അതല്ലാണ്ട് കോംബ് 2 ഉണ്ട്. അതാണ് നമ്മൾ ഷേപ്പ് ഉണ്ടാക്കി വെച്ചത്. ഇപ്പോൾ കോംബ് 3 അതൊരു വീഡിയോൻ്റെ മാത്രം ഒരു കോമ്പോസിഷനാണ്. ഇത് പറഞ്ഞാൽ കണ്ടോ, അത്രയും വലുതാണ്. ഒരു വീഡിയോ അമർത്തി കഴിഞ്ഞു പറഞ്ഞാൽ മനസ്സിലാവും, കുറച്ച് വലിയ ഒരു ടൈം ലൈനാണ്. ഇതാണ് ഇതിൻ്റെ വർക്ക്. അപ്പോൾ ഇതിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൽ ഷേപ്പിന് പകരം നമ്മളിപ്പോൾ ഒരു ഷേപ്പിന് പകരം നമുക്കൊരു ടൈറ്റിൽ ആഡ് ചെയ്യണം വിചാരിക്കും. ടൈറ്റിൽ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നേരെ എന്താണ് ടെക്സ്റ്റ് എടുക്കുക. ടെക്സ്റ്റ് ഉള്ളിൽ നമുക്ക് ഇഷ്ടമുള്ള ഇവിടെ തന്നെ ഒരു ടൈറ്റിൽ കൊടുക്കാൻ പോകണം. ടൈറ്റിൽ കൊടുത്തിട്ട് ഇതിപ്പോൾ ആൻഡ്രോയിഡ് ഫോണല്ലേ, അപ്പോൾ മൊബൈൽ ഫോൺ തന്നെ അടിക്കാം.
മൊബൈലിൽ നിന്ന് ഞാനിപ്പോൾ ടൈപ്പ് ചെയ്തു. അതിന് നമുക്ക് അതിൻ്റെ മൊത്തം ഇതൊന്ന് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ പിക്സൽ ഒന്ന് കുറച്ച് വിടാം. ഓക്കെ, അതിൻ്റെ കളർ നമുക്ക് റെഡ് ആക്കാം. ഓക്കെ, അതാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് പുറത്തെവിടെയും ക്ലിക്ക് കൊടുക്കാം. എന്നിട്ട് സെലക്ഷൻ ടൂളിലേക്ക് മാറ്റിയിട്ട് ഇതിപ്പോൾ ഈ 15 സെക്കൻഡും ഈ ടെക്സ്റ്റ് അവിടെ ഉണ്ടാവും. കേട്ടോ, ആ 15 സെക്കൻഡ് ഉണ്ടാവും. ഇപ്പോൾ ഈ നമ്മൾ നേരത്തെ ചെയ്ത പോലെ വർക്കിൽ നമുക്ക് ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത് ഓഫാക്കിയിട്ട് ഈ ടെക്സ്റ്റിൻ്റെ ലെങ്ത് ഒന്ന് കുറച്ച് വിടാം. നമുക്ക് എത്ര തൊട്ടിട്ടാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അത് അത്രയും നമുക്ക് നോക്കാം. ടെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഇത്ര സെക്കൻഡ് മതി. നമ്മൾ ഫസ്റ്റ് മുതലൊന്ന് നോക്കാം. ഇപ്പോൾ ഇനി പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും നേരമില്ല, നമ്മളൊരു 3-ാമത്തെ സെക്കൻഡ് തൊട്ടിട്ട് അത് വരും, എന്നിട്ട് 6-ാമത്തെ സെക്കൻഡ് തൊട്ടിട്ട് അത് പോകും. അപ്പം ഇത് നമ്മൾ നല്ല വലിയൊരു വർക്കിലാണ് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? അപ്പം അത്രയും ഇതിൽ നമുക്ക് കുറച്ച് ഇനിയും എഡിറ്റ് എന്തെങ്കിലും ചെയ്യാനുണ്ട് പറഞ്ഞാൽ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് മൊത്തം നോക്കിയിരിക്കണ്ടാവല്ലോ. അപ്പോൾ നമ്മൾ ഇടയിലിടയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ടൈം ലൈനിന് അങ്ങോട്ട് കുറയ്ക്കാം. ഇപ്പോൾ നമുക്കൊരു 7 സെക്കൻഡ് അത് തൊട്ടിട്ട് മതി. ഇനി ഇതിലൊരു 2 സെക്കൻഡ് തൊട്ടിട്ട് മതി. അപ്പോൾ ഇനി നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ഇത് കിടന്ന് ലൂപ്പ് ആയിക്കോളും കേട്ടോ. കുറച്ച് സെക്കൻഡ് മാത്രം അത് ലൂപ്പാകും. നമുക്ക് അപ്പോൾ പെട്ടെന്ന് നോക്കിയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ഫങ്ഷൻസ്. അപ്പോൾ ഇതിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് ഞാനിപ്പോൾ കാണിച്ചു തന്നുള്ളൂ. അപ്പോൾ ഇതിന് നമുക്ക് ഇനി ട്രിം ചെയ്യണമെങ്കിൽ നേരെ കോമ്പോസിഷനിൽ പോയിട്ട് ട്രിം ടു ഈ മൊത്തം വർക്കും അതിൻ്റെ ആ ഒരു രീതിയിൽ ട്രിം ടു കോം ടു വർക്ക് ഏരിയ. ഓക്കെ, മൊത്തത്തിൽ അങ്ങനെ ആയിട്ടുണ്ടാവും. ഇനി ഇത് ടൈം മൊത്തം നോർമൽ ആക്കണമെങ്കിൽ എത്ര സെക്കൻഡ് ആണ് പറഞ്ഞാൽ കോമ്പോസിഷൻ സെറ്റിങ്സിൽ പോവാം. അതിൽ 15 സെക്കൻഡ് അടിക്കാം. ഓക്കെ, ഇനി പ്ലേ ചെയ്യുമ്പോൾ അങ്ങനെ വരും. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. ഇനി ഇതിൽ നമ്മൾ കോമ്പോസിഷൻ, ഇനി ടൈം ലൈനായിട്ടുള്ള വേറെ സെറ്റിങ്സ് ആണ്. ഇതിൻ്റെ സോഴ്സിൻ്റെ ചിലപ്പോൾ നമുക്ക് ഹൈഡ് ആക്കണം വിചാരിക്കും, ഹൈഡ് ആക്കാം. അതാണ് ഐ ബട്ടൺ നമുക്ക് പറഞ്ഞാൽ ഹൈഡ് ആക്കാം. പിന്നെ അഥവാ നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് ചിലപ്പോൾ കുറച്ച് നേരത്തേക്ക് ഒരു ഓഡിയോ കേൾക്കണ്ട, നമുക്ക് ഏത് ഓഡിയോ ഓഡിയോ ഉണ്ട് പറഞ്ഞാൽ ആ ഓഡിയോ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ ക്ലിക്ക് കൊടുത്തു പറഞ്ഞാൽ ഓഡിയോ ഓഫ് ആവും. പിന്നെ അഥവാ നമുക്ക് ഏതെങ്കിലും ഒരു ഇത് സോഴ്സ് നമുക്ക് ഒബ്ജക്റ്റ് എല്ലാ വർക്കും കഴിഞ്ഞു, അല്ലെങ്കിൽ ഇനി വർക്ക് ചെയ്യണമെന്നുണ്ട് പറഞ്ഞാൽ ഈ ഡോട്ടിൽ അമർത്തി കഴിഞ്ഞു പറഞ്ഞാൽ ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള എല്ലാ സാധനങ്ങളും ഹൈഡ് ആവും. ഈ ഡോട്ട് ക്ലിക്ക് ചെയ്ത സാധനം മാത്രം നമുക്ക് അതിൽ എന്ത് വർക്ക് വേണമെങ്കിലും ചെയ്തിട്ട് നമുക്ക് ആ ഡോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല, വേറെ ഇതിൽ തട്ടുമോ അതൊക്കെ എന്തെങ്കിലും ഇടങ്ങേറാവുമോ. പിന്നെ അതുപോലെ നമുക്ക് ഏതെങ്കിലും ഒരു വർക്ക് കഴിഞ്ഞു, ഈ ടെക്സ്റ്റിൻ്റെ വർക്ക് നമ്മൾ കഴിഞ്ഞു. അപ്പോൾ അത് നമുക്ക് ലോക്കാക്കി വെക്കണം. ഇനി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ മൂവ് എന്തെങ്കിലും ആണ്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ടെക്സ്റ്റ് ലോക്കാക്കി ഇടാം. നമുക്ക് കഴിഞ്ഞു. നമുക്ക് ഇനി അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വീഡിയോന് മാത്രം എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ടെക്സ്റ്റ് നമുക്ക് ഇനി ഒന്ന് സെലക്ട് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അത് ലോക്കായി കിടക്കണം. അപ്പോൾ ഇനി ബാക്കിയുള്ളത് മാത്രം നമുക്ക് എഡിറ്റ് ചെയ്യാം. ഓക്കെ, അത് നമുക്ക് ഓഫാക്കാം. ഇനി അടുത്തത് നമുക്ക് കളറാണ്. കളറിൽ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള കളർ നമുക്ക് ഇതിലൊക്കെ ഈ ടൈം ലൈനിൻ്റെ കളറാണ്. അങ്ങനെ ബ്ലൂ, പർപ്പിൾ, ഓറഞ്ച് അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ. ഇനി ഇതൊരു നെയിമാണ്. ഇതിൽ ഈ സോഴ്സ് നെയിം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. എൻ്റർ അമർത്തി കഴിഞ്ഞ് പറഞ്ഞാൽ സോഴ്സിന്റെ നെയിം മാറ്റാൻ വേണ്ടി അതിൽ ക്ലിക്ക് കൊടുത്തിട്ട് എൻ്റർ അമർത്താം. എൻ്റർ അമർത്തി കഴിഞ്ഞ് പറഞ്ഞാൽ നെയിം ചേഞ്ച് ചെയ്യേണ്ട അവസ്ഥ വരെ നമുക്ക് ഏത് വേണമെങ്കിൽ നമുക്ക് നെയിം ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ മൊബൈൽ മാറ്റിട്ട് ആൻഡ്രോയിഡ് ആക്കാം. അങ്ങനെ വീണ്ടും എൻ്റർ അമർത്തി കഴിഞ്ഞാൽ അത് പോവും. അങ്ങനെ ഇതൊക്കെയാണ് ഇതിൽ ടൈം ലൈനിൽ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസുകൾ.